നമസ്കാരം, സിനിയാണ്. ഇന്ന് നമ്മളൊരു ചെറിയ ഫാമിലി കുക്കിംഗ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മളൊരു ബീഫ് കൊണ്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ബീഫ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബീഫ് റോസ്റ്റും ബീഫ് കറിയൊക്കെയല്ലേ നമ്മൾ ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ ഇന്ന് ഞങ്ങളുടെ വൈകുന്നേരത്തെ ഫുഡായിട്ട് ഉണ്ടാക്കുന്നത് ബീഫ് സ്റ്റീക്കാണ്. അപ്പം ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ബീഫ് സ്റ്റീക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ബീഫുണ്ട്, പിന്നെ വിനാഗിരി, വെളുത്തുള്ളി പേസ്റ്റ്, ഒലിവ് ഓയിൽ, ഉപ്പ്, സോയാ സോസ്, കുരുമുളക് പൊടി. അപ്പോൾ നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് ബീഫ് മസാലകളെല്ലാം തേച്ച് വയ്ക്കും. നമ്മൾ ബീഫ് അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ആണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ആ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു സ്പൂൺ ഇട്ടോ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടുന്നു. അതിനുശേഷം 2 സ്പൂണ് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 1.25 സ്പൂണൊക്കെ കേട്ടോ. അതേമാതിരി ഒരു 2 ചെറിയ സ്പൂണാട്ടോ, അതിന് 2 സ്പൂണ് സോയാ സോസ്, പിന്നെ ഉപ്പ് പാകത്തിന്, പിന്നെ വിനാഗിരി ഒരു 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് വിനാഗിരിക്ക് പകരം നാരങ്ങ നീര് ഉപയോഗിക്കാം. അപ്പം ഞാൻ പിന്നെ ഇവിടെ വിനാഗിരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ബീഫ് ഈ മിക്സിലേക്ക്, അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ഈ വെളുത്തുള്ളി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ചേർക്കണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ടേസ്റ്റ് എന്താണ് അതിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഇപ്പോൾ കുരുമുളക് പൊടി ഒലിവ് ഓയിൽ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റീക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഇതിൽ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ വെളുത്തുള്ളി പേസ്റ്റും സോയാ സോസൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാട്ടോ നമുക്ക് എന്ത് മസാലകൾ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും, ഇത് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് കുക്കിംഗ് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമ്മുടെ സ്റ്റീക്ക് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുന്നു. അതിനുശേഷം നമ്മുടെ ബീഫ് അതിലേക്ക് ഇടാം. അപ്പം നമ്മുടെ ബീഫ് ഇങ്ങനെ ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. തിരിച്ചും മറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇത് സാധാരണ നമുക്ക് ബീഫ് 2.5 മിനിറ്റ് അങ്ങനെയാണ് ഓരോരോ ഭാഗങ്ങൾ കുക്ക് ചെയ്യുന്നത്. പക്ഷെ ഞാൻ കുറച്ചും കൂടെ കുക്ക് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ റോ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അപ്പോൾ കുറച്ചും കൂടെ നേരം കുക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ റോസ്മേരി 2 തണ്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ല സ്മെല്ലായിരിക്കും. നമ്മുടെ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ബട്ടർ ഇങ്ങനെ ഇതിന് പുറത്തേക്ക്, ബീഫിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട്. അപ്പോൾ നല്ലതായിട്ട് ഇങ്ങനെ ബട്ടർ കിടന്നിട്ട് വേകുന്ന സമയത്ത് നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ആ റോസ്മേരിയുടെ സ്മെല്ലും കൂടെ ആകുമ്പോൾ നല്ലതായി. അപ്പോൾ ലൂമിക്കുട്ടിയാണ് ഞങ്ങളിവിടെ കുക്ക് ചെയ്യാണ്. അപ്പോൾ ലൂമിയുണ്ട്, ലിയോ ഉണ്ട്, 2 പേരുണ്ട്.
ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ബ്രൗൺ ആയിട്ട് വരണേ. നമ്മുടെ ബീഫ് അങ്ങോട്ടും തിരിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, തിരിച്ചും മറിച്ചും. അപ്പോൾ ആ രണ്ട് സൈഡും കുറച്ചൊന്ന് ബ്രൗൺ ആയിട്ട് വരണം. അപ്പോഴായിരിക്കും നമ്മുടെ ഇത് പാകമാവുന്നത്. ഞങ്ങളിവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഭൂമി ബീഫിൻ്റെ മണം കൊണ്ട് എൻ്റെ അടുത്ത് കാലിൻ്റെ ചുവട്ടിൽ തന്നെ വന്നിരിപ്പുണ്ട്. അവനിങ്ങനെ ബീഫ് കുക്ക് ചെയ്യുന്ന സ്മെല്ലടിച്ചിരിക്കുകയാണ്. നമ്മുടെ ബീഫ് കുക്കായി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ലിയയും ലൂമിക്കുട്ടി അപ്പുറം ഇപ്പുറം രണ്ട് സൈഡിലിരിപ്പുണ്ട്. ബീഫ് കുക്ക് ചെയ്തതിന് അവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് നമ്മൾ ബീഫ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബീഫ് കഴിക്കല്ലേ, അപ്പോൾ അവർക്കും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ ബീഫ് റെഡിയാവുന്ന സമയത്ത് അവരുടെ ഭക്ഷണവും നമ്മുടെ ഒപ്പം കഴിക്കാൻ കൊടുക്കും. അപ്പോൾ ലൂമി ലിയയും രണ്ടുപേരും ഭയങ്കര കളിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ലിയമോള് ഇപ്പോൾ മടിയിലിരിപ്പുണ്ട്. ലൂമി അവനെ എന്താ എടുക്കാത്തതെന്ന് എഴുതിയിട്ട് നോക്കി നിൽക്കുകയാണ്. ഭയങ്കര കളിയാണേ. മൂന്നുപേരും കൂടെ ഭയങ്കര കളി തുടങ്ങി. അവർക്ക് എപ്പോഴും പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ പിന്നെ ഈ ഗേറ്റ് അങ്ങനെ ഉള്ളതുകൊണ്ട് ഇവിടേക്ക് വിടും. എന്നിട്ട് ഇവിടെ രണ്ടുപേരും പകലെല്ലാം വന്ന് കളിച്ചുകൊണ്ടിരിക്കും. രണ്ടുപേരും കൂടെ ഭയങ്കര ഓടിക്കളിയാണ്. അപ്പോൾ പ്രതികരണ ബീഫ് തിരിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പേടിയുണ്ടെന്ന് തോന്നുന്നു, ചൂടുള്ളത് കാരണം. പേടിയൊന്നുമില്ല, എന്നാലും ചെറിയൊരു ഭയമുണ്ട്. കാരണം നമ്മൾ ഈ എണ്ണയിലൊന്നും അങ്ങനെ അധികം പെരുമാറാത്തോണ്ട് ചിലപ്പം ആണല്ലേ ഇപ്പൊ പേടി. സംഭവം റെഡിയായി വരുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് വരുന്നുണ്ട്. കാരണം ഇവിടുത്തെ ബീഫ് നല്ല ബീഫ് അവിടെ കിട്ടുക. ബീഫിന്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. പ്രതികരണമാണ് ഇന്ന് അഭിപ്രായം പറയേണ്ടത്. ആ റോസ്മേരി കൂടെ ഇട്ടപ്പോഴേ നല്ല ഒരു സ്മെല്ലുണ്ട്. ആ റോസ്മേരിക്ക് ഒരു പ്രത്യേക സ്മെല്ലല്ലേ, അപ്പം അത് ആ ബീഫിന്റെ ആ ഇതുമായിട്ട് ചേരുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു നല്ലൊരു ഒരു സ്മെല്ല കിട്ടുന്നുണ്ട്. നമ്മുടെ ബീഫ് റെഡിയായി. അപ്പൊ നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാട്ടോ. അപ്പോൾ നമ്മൾ ഈ ബീഫിന് സൈഡായിട്ട് കഴിക്കാനായിട്ട് നമ്മളിത് ബോയിൽ ചെയ്ത് വെച്ച വെജിറ്റബിളാണ്. അതിൽ ക്യാരറ്റും ഉണ്ട്, ബീൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ബീഫ് കുക്ക് ചെയ്ത ആ പാത്രത്തിലേക്ക് പാനിലേക്ക് ഇട്ടുകൊണ്ട് ജസ്റ്റ് ഫ്രൈ ചെയ്യണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ആ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ആ ബീഫിൻ്റെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഈ വെജിറ്റബിൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങ് ഇട്ട് കൊടുക്കാം. അതിന് കൂടെ ഈ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, റെഡും ഗ്രീനും. ഈ ചെറുതായിട്ടൊന്നും റെഡിയായാൽ മതി കേട്ടോ. ചെറുതായിട്ട് മൂക്കൊന്നും വേണ്ട, ചെറിയതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ റെഡിയായി. അപ്പോൾ നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാമേ. നമ്മൾ ആ സെയിം പാനിലേക്ക് തന്നെ ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നു. പിന്നെ 2 തക്കാളി ഇങ്ങനെ മുറിച്ചതാണ്, നടുക്കൂടെ മുറിച്ചിട്ട് അതും കൂടെ ഒരുപാട് ഫ്രൈ ആക്കാനല്ല, ജസ്റ്റ് ഒന്ന് ചെറുക്കനൊന്ന് ബോയിൽ ചെയ്താണ്. ഇത് നമ്മൾ തിരിച്ച് കൊടുക്കാം. ഈ തക്കാളി ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മൾ അടുത്തത്
ബീഫിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് പൊട്ടറ്റോ ചിപ്സും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരട്ടെ. ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. നമ്മുടെ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കാനുള്ള പൊട്ടറ്റോ നമ്മൾ എണ്ണയിലേക്ക് ഇടാൻ പോകും. നമ്മളെ ലൂമിക്കും ലിയയ്ക്കും ഫുഡ് കൊടുക്കാൻ പോവാണ്. അവർക്കും ബീഫും ചോറുമാണ്. അപ്പോൾ നമ്മൾ അത് പുറത്ത് വെച്ച് തന്നെ കൊടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ പുറത്തിരിക്കുകയല്ലേ, അപ്പോൾ അവർക്കും കൊടുക്കാം. രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നത് തിരക്കിലാണ്. കുറേ നേരമായിട്ട് ബീഫിൻ്റെ സ്മെല്ലും കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ബീഫ് ഉണ്ടാക്കിയപ്പോൾ അവർക്കും ബീഫ് ഉണ്ടാക്കി. അവർ ബീഫ് ചോറ് കഴിച്ചത്. അപ്പോൾ പതിയാണ് പൊട്ടറ്റോ ചിപ്സ് ഇളക്കിക്കൊണ്ടിരിക്കുന്ന ആള്. പൊട്ടറ്റോ ചിപ്സ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര കുക്കിങ്ങിലാണ്. പൊട്ടറ്റോ ചിപ്സ് ഇപ്പം റെഡിയാകും. ഒരു 2 മിനിറ്റുള്ളിൽ സംഭവം റെഡിയാവും. അപ്പോൾ പുറത്ത് നല്ല കാറ്റുണ്ട് കേട്ടോ. കാറ്റ് നന്നായിട്ട് കാറ്റുണ്ട്. ഇന്ന് മഴയൊക്കെ പെയ്തായിരുന്നു പകല്. അപ്പം നല്ല ക്ലൈമറ്റാണ്. പുറത്തിരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനും കുക്ക് ചെയ്യാനൊക്കെ നല്ലൊരു പ്രത്യേക സുഖമാണ്. അപ്പോൾ ഈ സമയത്ത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ ഗോപിക്കുഞ്ഞിനെ മിസ് ചെയ്യുന്നുണ്ട്. രണ്ടുപേർക്കും പുറത്തേക്ക് ഇറങ്ങണം, ഗേറ്റിന് പുറത്തിറങ്ങണം. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ലൂമി ഓടിയിട്ട് പിന്നെ അവനെ പിടിക്കാൻ കിട്ടത്തില്ല. അച്ഛന് ലൂമി കുട്ടി. അപ്പം നമ്മുടെ പൊട്ടറ്റോ ചിപ്സ് റെഡി ആയില്ലേ വെറുതെട്ടാ? അപ്പം നമുക്കതൊരു വേറെ പാത്രത്തിലേക്ക് കോരാം. അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുടിക്കാനായിട്ട് ഒരു ലെമൺ ജ്യൂസാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതിനകത്ത് പുതിനയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നമ്മൾ അടിച്ചെടുത്താണ്. നല്ല അടിപൊളി ജ്യൂസാണ്. അപ്പോൾ പ്രതിയേട്ടൻ ആദ്യം ഇത് കഴിക്കാൻ തുടങ്ങുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയുണ്ട് പ്രതിയേട്ടാ? നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല വെന്തിട്ടുമുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.